വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഗോപാലകൃഷ്ണൻ IASന്റെ കള്ളത്തരം തുറന്നുകാട്ടി പോലീസ് റിപ്പോർട്ട്. ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ല. നവംബർ മാസം 4-നാണ് ഫോൺ ഫോർമാറ്റ് ചെയ്തത്. പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു ഫോൺ ഹാജരാക്കിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, ഏറെ ഗൗരവകരമായിട്ടുള്ള വിഷയം തന്നെയാണ്. പോലീസിനെ പോലും വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. എന്താണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്? സ്വാതി, ഈ മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെതിരെ ഉള്ള ഗോപാലകൃഷ്ണന്റെ കള്ളത്തരം തുറന്നു കാട്ടിയിട്ടുള്ള ഒരു പോലീസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ ഗോപാലകൃഷ്ണൻ വ്യാജ പരാതി നൽകിയത് ചാർജ് മെമ്മോയിൽ നിന്ന് ഒഴിവാക്കി എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതിൽ ഈ ഗോപാലകൃഷ്ണന്റെ ഫോൺ അത് ഹാക്ക് ചെയ്തിട്ടില്ലെന്നുള്ള കൃത്യമായ കണ്ടെത്തലാണുള്ളത്. ഒപ്പം തന്നെ പോലീസിനെ കബളിപ്പിക്കുകയും ചെയ്തത് കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് പോലീസിന് മുന്നിൽ ഗോപാലകൃഷ്ണൻ ഹാജരാക്കിയിട്ടുള്ള ഫോൺ അത് മറ്റൊരു ഫോണാണ് ഹാജരാക്കിയത്. ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഫോൺ അല്ല പോലീസിന് മുന്നിൽ ഹാജരാക്കിയത്. അത് കൃത്യമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഈ അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തത് നവംബർ മാസം 4-ാം തീയതിയാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഹാക്ക് ചെയ്തതെന്ന് പരാതി നൽകിയപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഫോൺ കൈമാറാൻ ഗോപാലകൃഷ്ണൻ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. പിന്നീടാണ് തയ്യാറായതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഈ അന്വേഷണത്തെ തന്നെ വഴിതിരിച്ച് വിടാവുന്ന തരത്തിൽ, അന്വേഷണത്തെ പോലീസിനെ കബളിപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു ഫോൺ ആദ്യം ഹാജരാക്കുന്നു. ആദ്യം ഹാജരാക്കാൻ പറയുമ്പോൾ അതിൽ വിമുഖത കാട്ടുന്നു. പിന്നീട് ഹാജരാക്കിയതാണെങ്കിൽ മറ്റൊരു ഫോണായിരുന്നു. പിന്നീടാണ് 2 തവണ ഫോർമാറ്റ് ചെയ്ത ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ഗോപാലകൃഷ്ണൻ